ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജിത പ്രതീക്ഷിച്ചത് സരസ്വതിയമ്മയുടെ കയ്യിൽ നിന്നും എന്താ പറയുന്നത് ഭയങ്കരമായ രഹസ്യങ്ങളൊക്കെ കിട്ടും, അങ്ങനെ സുമിത്രയെ പൂട്ടാം എന്നൊക്കെ വിചാരിച്ച പാവ ഇരുന്നത്. പക്ഷേ രഞ്ജിതയെ വിറ്റ കാശ് സരസ്വതിയുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ രഞ്ജിതയെ ഒന്ന് വട്ട് കളിപ്പിക്കാനും രഞ്ജിതയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന സ്വത്തുക്കളൊക്കെ പോരട്ടെ എന്നാണ് ആശാത്തി വിചാരിച്ചത്. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിയുന്നുള്ള കാര്യം സരസ്വതിയമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സരസ്വതിയമ്മ ഒരു കളി അങ്ങ് കളിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് രഞ്ജിതയ്ക്ക് ആകെ കൺഫ്യൂഷൻ. ഈ തള്ള പറഞ്ഞത് വല്ലതും വിശ്വസിക്കാൻ കൊള്ളാവോ, അത് ഇവരിനി നമുക്കിട്ട് പാര പണിതാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുമായിട്ട് നമ്മുടെ രഞ്ജിത ഇങ്ങനെ ആലോചിക്കുന്നു. എന്തായാലും സരസ്വതി ഒന്ന് വിളിച്ചു വരുത്തണം. വിളിച്ചു വരുത്തിയതിന് ശേഷം രഞ്ജിതയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഈ തള്ളയെ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെയാണ് രഞ്ജിത വിചാരിച്ചത്. എന്തായാലും നമ്മുടെ രഞ്ജിത അതങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു, സരസ്വതി അമ്മയെ ഒന്നുകൂടി വിളിച്ചു വരുത്താം എന്നുള്ളൊരിത്. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര പോയിട്ട് വെറും കൈയോടുകൂടി മടങ്ങി വരുന്നത്. അതായത് ഒരു കാര്യങ്ങളും അറിയാൻ കഴിയാതെ. എന്നാൽ ശീതൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് പാവം വീട്ടിലേക്ക് വന്ന് മകളുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സുമിത്ര ആകെ വിഷമിച്ചായിരിക്കുന്നത്. അപ്പോൾ മക്കളെ കണ്ടെടുക്കാനായിട്ട് കഴിയുന്നില്ല, അനിരുദ്ധ എവിടെയാണെന്ന് അറിയില്ല, അതുപോലെ തന്നെ ഇപ്പോൾ ശീതൾ മാത്രമേ കൂടെയുള്ളൂ, പ്രതീക്ഷ എവിടെയാണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ആ ഒരിത്. അപ്പോൾ അമ്മയുടെ സങ്കടവും മക്കളെ കാണാനുള്ള ആ ഒരു ആകാംക്ഷയും ആ വെമ്പലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ വിഷമിക്കേണ്ടതായ ഒരു കാര്യമില്ല. അമ്മയുടെ മക്കൾ എവിടെയാണെങ്കിലും ശീതളേച്ചി വന്നതുപോലെ തന്നെ അവരും വരും. പ്രതീക്ഷേട്ടനും അല്ലെങ്കിൽ അനിരുദ്ധേട്ടനും അധിക കാലമൊന്നും അമ്മയെ പിരിഞ്ഞ് ജീവിക്കാനായിട്ട് കഴിയില്ലമ്മേ. എന്തായാലും എൻ്റെ അമ്മ തുടക്കം കുറിച്ച് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവരെവിടെയാണെന്ന് അമ്മയ്ക്ക് അധികം താമസിയാതെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ സുമിത്ര എങ്ങനെയൊക്കെ ഡിമ്മായി പോകുന്നോ അതിൻ്റെ 10 ഇരട്ടി ശക്തിയോടുകൂടി സുമിത്ര ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരാനായിട്ടാണ് മകൾ ശ്രമിക്കുന്നത്. അങ്ങനെ സുമിത്രയ്ക്ക് വേണ്ടുന്ന ധൈര്യമൊക്കെ കൊടുത്ത് നമ്മുടെ പൂജ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം സരസ്വതി അമ്മയ്ക്ക് അവിടെ രഞ്ജിതയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്നുള്ളൊരു കാര്യം അറിയാം. അങ്ങനെ പിറ്റേ ദിവസമായി സരസ്വതി അമ്മയെ രഞ്ജിത വിളിപ്പിക്കുക വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് ചെന്ന സരസ്വതി അമ്മ ഭയങ്കര ജാടയിട്ട് ഭയങ്കര തലയെടുപ്പോട് കൂടിയൊക്കെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ഇന്ന് സരസ്വതി അമ്മ എന്ന് പറയുന്ന വ്യക്തി രഞ്ജിതയ്ക്ക് ഒരു ടൂളാണെന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. തന്നെ കൊണ്ട് ഉപകാരമുണ്ട്, അതുകൊണ്ട് തന്നെ താൻ പറയുന്നിടത്ത് രഞ്ജിത നിൽക്കും എന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ കൂടുതലൊന്നും പുള്ളിക്കാരുടെ മുന്നിൽ താണ് കേഴ് അപേക്ഷിക്കാനൊന്നും പോയില്ല. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജിത ചോദിച്ചു, അതേ സരസ്വതി അമ്മേ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി സരസ്വതി അമ്മ തരണം. ഇന്നലെ സരസ്വതി അമ്മ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, എനിക്ക് വിവരങ്ങളൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ന്യായീകരണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി. അപ്പോൾ ശരി, ഞാൻ സത്യമല്ല പറഞ്ഞതെന്ന് നിനക്കറിയാമല്ലോ. ശരിയാണ്, ഞാൻ സത്യമല്ല പറഞ്ഞത്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആ സത്യങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ പൈസയും സമ്മാനങ്ങളും എടുക്കുക, എങ്കിലും ഞാനത് പറഞ്ഞു തരുവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രഞ്ജിതയൊക്കെ ഞെട്ടിപ്പോയി. ദൈവം ഈ തള്ള തലയിൽ കയറിയോ എന്നുള്ളൊരിതിൽ. ഓരോ സത്യത്തിനും അല്ലെങ്കിൽ ഓരോ രഹസ്യത്തിനും 10,000 രൂപയും അതുപോലെ സമ്മാനങ്ങളും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 100 രഹസ്യങ്ങൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപ എവിടെ പോയി? പുള്ളിക്കാരി ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി. എന്നാൽ രഞ്ജിതയെന്ന് പറയുന്ന അഹങ്കാരം പിടിച്ച വൻ മരത്തെയാണ് വെട്ടി വീഴ്ത്തിയത്. എന്താ പറയുന്നത്, ചുവട്ടിൽ നിന്ന് വെട്ടി വീഴ്ത്തുക നമ്മുടെ സരസ്വതി അമ്മ ചെയ്തത്. കാരണം ഈ സരസ്വതിയുടെ അടുത്ത് ഒരു രീതിയിലും ഒരാട്ടവും നടക്കില്ലെന്ന് രഞ്ജിതയ്ക്ക് വ്യക്തമായി മനസ്സിലായി. ദീപുവിനായിട്ട് പേടിപ്പിക്കുന്ന പേടിയിലൊന്നും സരസ്വതിയുടെ മുന്നിൽ നടക്കില്ലെന്നുള്ള കാര്യം നന്നായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സരസ്വതി അമ്മ പറയുന്നത്? കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ നിങ്ങൾക്ക് പൈസയും സമ്മാനമൊക്കെ തന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സമ്മാനത്തിനും ആ പൈസയ്ക്കുമുള്ള ഉപകാരം ഞാൻ നിനക്ക് ചെയ്തു തന്നല്ലോ, തന്നില്ലേ? ഇനിയിപ്പോൾ അടുത്ത രഹസ്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യം എനിക്ക് ചെയ്തു തരണം. എന്നാലല്ലേ എനിക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ത്രില്ലുണ്ടാവത്തുള്ളൂ രഞ്ജിതെ. അല്ലാതെ നീ ഒരു 10,000 രൂപ തന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് നിനക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റുമോ? ഞാൻ പണിയെടുക്കത്തില്ല. എനിക്ക് ഓരോ ജോലിക്കും ഓരോ പൈസ വേണം, അല്ലെങ്കിൽ ഓരോ സമ്മാനം വേണം, എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് വേണ്ടി ചാരപ്പണി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി സീനാണ് എന്ന് നമ്മുടെ രഞ്ജിതയ്ക്ക് മനസ്സിലായി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും മേലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുക സരസ്വതിയമ്മ എന്ന് പറയുന്ന സാധനം നമ്മുടെ രഞ്ജിതയ്ക്ക്. സരസ്വതിയമ്മ ഉപേക്ഷിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും പിന്നെ അറിയാനായിട്ട് കഴിയില്ല. പിന്നെ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പുള്ളിക്കാരിക്ക് കൈ നിറയെ കാശും സമ്മാനങ്ങളും കൊടുക്കണം. എങ്ങനെ നോക്കിയാലും നഷ്ടമാണ് രഞ്ജിതയ്ക്ക്. എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് അരവിന്ദൻ ഇത് കേട്ട് അരവിന്ദൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പം, അരവിന്ദേട്ടാ വേണ്ട,
പോയി പൈസ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പൈസ എടുത്ത് കൊടുക്കാനായിട്ട് അരവിന്ദനെ നിർബന്ധിച്ചു. രഞ്ജിത, നീ ഇത് എന്തറിഞ്ഞിട്ടാണെന്ന് അരവിന്ദൻ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പേടിപ്പിച്ചു. അയാൾ പോയി പൈസ എടുക്കാനായിട്ട്. അങ്ങനെ വഴിക്ക് വാ രഞ്ജിതേ, സരസ്വതിയോടാ നിൻ്റെ കളി എന്നും പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ അനിരുദ്ധിനോട് കുറച്ചൊക്കെ മനസാക്ഷി ഉള്ളത് അവിടെ വിശ്വനാണ്. അങ്ങനെ വിശ്വൻ വന്നിരുന്നു സംസാരിക്കുകയാണ് മരുമകനോട്. അപ്പോൾ ഇവരുടെ ഡിവോഴ്സിനെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു, എനിക്കൊരിക്കലും അവിടെ അനന്യയോ അല്ലെങ്കിൽ കുഞ്ഞിനെയോ ഉപേക്ഷിച്ച് പോകാനുള്ള താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവൾക്കാണ് നിർബന്ധം ഞാൻ അവളെ ഉപേക്ഷിക്കണമെന്നും ഈ വിവാഹബന്ധം വേർപിരിയണമെന്നൊക്കെ ഉള്ളത്. ഞാൻ അതിന് മാത്രം എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ദയനീയമായ അവസ്ഥ വിശ്വൻ്റെ മുന്നിൽ ഇന്ന് വിശദീകരിച്ചു പറയുക കേട്ടോ നമ്മുടെ അനിരുദ്ധ്. അപ്പോൾ അനിരുദ്ധിൻ്റെ കാര്യത്തിൽ വിശ്വനും ശരിക്കും സഹതാപം ഉള്ളത്. കാരണം ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. ഭാര്യ എന്ന് പറയുന്ന ഭൂതനെ അവിടെ നിന്ന് ഓരോന്ന് ആജ്ഞാപിക്കുന്നു, ഇവരോട് ഇരുന്ന് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞ് ഇതേ നമ്മുടെ വിശ്വൻ നേരെ പ്രേമയ്ക്കരികിലേക്ക് ചെന്നു. അപ്പോൾ പ്രേമ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വിശ്വൻ ചെല്ലുന്നത്. വിശ്വൻ ചെന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അനിരുദ്ധിനെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അനന്യയെ പറ്റിയുള്ള കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള ബന്ധം പിരിയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരേന്നൊക്കെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് ചോദിച്ചു. എൻ്റെ ദൈവമേ, അത് പറഞ്ഞ് തീർന്നില്ല, മനുഷ്യൻ്റെ തല കൊയ്ത്തില്ലെന്നേ ഉള്ളൂ ഈ പ്രേമ. അങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാവം നമ്മുടെ സ്വരമോൾ അവിടെ കിടന്ന് ഫുട്ബോൾ കളിക്കുമായിരുന്നു. കളിച്ച് വന്നപ്പോഴത്തേനും കൊച്ചു അടിച്ചുവിട്ട പന്ത് ഈ പ്രേമയുടെ കയ്യിലിരുന്ന ഗ്ലാസ്സിൽ തട്ടി ഗ്ലാസും പന്തും ഇതെല്ലാം കൂടി നിലത്ത് വീണ് പൊട്ടി. അന്നേരത്തേക്കും കൊച്ചിത് കണ്ടുകൊണ്ട് ഓടി ഇറങ്ങി വന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ എന്നതാടി പെണ്ണ ഈ കാണിച്ചത്? നിനക്ക് ഇത്രയ്ക്ക് അഹമ്മതിയോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി വീട്ടിലിരുന്ന് കളിക്കരുതെന്ന്. നീ എന്താടി കാണിച്ചത്? എൻ്റെ കയ്യിലിരുന്ന സാധനം നിലത്ത് വീണ് പൊട്ടിയത് കണ്ടില്ലടി എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞ് കൊച്ചിനെ നേരെ അടിക്കാനായിട്ട് കൈ ഓങ്ങുമോ. നമ്മുടെ അനന്യ കറക്റ്റ് വന്ന കൈക്ക് കയറി വട്ടം അങ്ങ് പിടിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രേമ അങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുമെന്ന്. അങ്ങനെ തൻ്റെ മകളെ കൈവച്ച അമ്മയ്ക്ക് നേരെ നമ്മുടെ അനന്യ പ്രതികരിക്കുന്നു. എന്തായാലും പ്രേമയുടെ അഹങ്കാരവും പ്രേമയുടെ വഞ്ചനയും ചതിയും ഒന്നും അധികകാലം നിലനിൽക്കില്ലെന്നുള്ള കാര്യം ഇന്നത്തോടുകൂടി മനസ്സിലായി. അങ്ങനെ കൊച്ചിനെ തല്ലാൻ നോക്കിയപ്പം നീ എന്താ അനന്യയെ കാണിച്ചത്? നീ എൻ്റെ കൈ തടയുന്നോ? പിന്നെ എൻ്റെ മോളെ തല്ലാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ നോക്കി നിൽക്കുമെന്ന് അമ്മ വിചാരിച്ചോ? അമ്മ ഇത്രയും കാലം എൻ്റെ മോളോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഈ അനന്യ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് അനന്യ പ്രേമയ്ക്കെതിരെ അങ്ങ് സംസാരിച്ചു. ഞാൻ നിൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നതെന്ന് ചോദിച്ച് പ്രേമ ചോദിക്കുമ്പോൾ അമ്മ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിക്കരുത്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ പ്രേമ അങ്ങ് ആകെ ചമ്മി എളുപ്പമായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക. കാരണം അനന്യ അവസാന താക്കീത് കൊടുക്കുകയാണ് പ്രേമയ്ക്ക്, ഇനി മേലിൽ തൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് അമ്മയുടെ കൈ വീഴരുത് എന്നുള്ളത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അധികമായാൽ അമൃതവും വിഷമാണല്ലോ. ഒത്തിരി അഹങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ദേവി ഇട്ട് പിടിക്കും. എത്ര ഉയരത്തിൽ പറന്നാലും താഴെ വരാതെ ആരും നിൽക്കില്ല. അതൊക്കെ മറന്നുകൊണ്ട് പലരും പലതും ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.